നമസ്തേ സാർ. നമസ്തേ. നമ്മുടെ തിരുവനന്തപുരത്തെ 4 മണ്ഡലങ്ങൾ എങ്ങനെയുണ്ട് സാറേ? ഇപ്പോൾ ഇലക്ഷൻ്റെ ചൂട് വളരെ കൂടിയിട്ടുണ്ടല്ലോ. തീർച്ചയായിട്ടും നല്ല രീതിയിലുള്ള പ്രചരണമാണ് നടക്കുന്നത്. 2-3 മുന്നണികൾ കൊണ്ടുപിടിച്ചുള്ള പ്രവർത്തനം നടക്കുന്നു. ഇവിടെ ഒരു കാര്യം പ്രസക്തമാണ്. അതായത് ഇവിടെ നമുക്കൊരു പ്രഗത്ഭനായ ഒരു മേയറും ഒരു കാര്യക്ഷമമായ സംവിധാനവും കോർപ്പറേഷൻ ലെവലിലുണ്ട്. നമ്മുടെ സെൻട്രൽ ലെവലിൽ ഒരു സമർത്ഥനായ അല്ലെങ്കിൽ പ്രഗത്ഭനായ പ്രധാനമന്ത്രിയും അഴിമതിരഹിതമായ ഭരണചക്രവും ഉണ്ട്. അത് രണ്ടും ഉണ്ട്, താഴെയും മേളിലും. അപ്പോൾ ഈ രണ്ട് ഭരണസംവിധാനത്തിന് ഇടയ്ക്കുള്ള ഒരു ഗ്യാപ്പ് അത് നികത്തേണ്ടത് ഒരു MLA ആണ്. നമ്മുടെ കോർപ്പറേഷനിലെ 4 മണ്ഡലങ്ങളിലെയും വോട്ടർമാരെ വിവേകത്തോടുകൂടി അവരുടെ സമ്മതിദാന അവകാശം ഉപയോഗിച്ചാൽ ജനോപകരമായ പല പദ്ധതികളും സമയബന്ധിതമായി നമുക്കിവിടെ നടപ്പാക്കാൻ പറ്റും. തീർച്ചയായിട്ടും അതാണ് ഇതിനകത്തുള്ള എനിക്ക് വോട്ടർമാരോട് പറയാനുള്ളത്. കാരണം ഏത് നല്ല ഭരണം 2 ഭാഗത്തും ഉണ്ടെങ്കിൽ തന്നെയും ഈ സംസ്ഥാന തലത്തിൽ അല്ലെങ്കിൽ കോൺസ്റ്റിറ്റ്യുവൻസി ലെവലിൽ ഒരാള് ഇത് കോർഡിനേറ്റ് ചെയ്യാനില്ലെങ്കിൽ പാളിപ്പോവും. അപ്പൊ അത് നടക്കുകയാണെങ്കിൽ ഈ വോട്ടേഴ്സ് വളരെ വിവേകത്തോട് ചിന്തിക്കുകയാണെങ്കിൽ ഈ 4ഇടത്തും NDA സ്ഥാനാർത്ഥികൾ ജയിക്കും. ജയിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഈ തിരുവനന്തപുരത്തിന്റെ മുഖച്ഛായ തന്നെ മാറും, സംശയമില്ല. അതെ, ഈ കോർപ്പറേഷൻ ഈ 4 മണ്ഡലങ്ങളിലും കോർപ്പറേഷന്റെ ഭാഗങ്ങളുണ്ട്. മെജോറിറ്റി കോർപ്പറേഷൻ ഈ 4 മണ്ഡലങ്ങളിലോട്ട് നടക്കുന്നത്. അപ്പോൾ സാറ് പറഞ്ഞു വരുന്നത് ഒരു MLA ഇടയ്ക്ക് വന്നു കഴിഞ്ഞാൽ കോർപ്പറേഷനിലുമായിട്ടും അവരുടെ നെഗോഷിയേഷൻസ് നടക്കും, ഭരണപക്ഷവുമായിട്ടും സ്റ്റേറ്റ് ആര് ഭരിക്കുന്നു അവരുമായിട്ടും സംവദിക്കാൻ പറ്റും. കേന്ദ്രത്തിൽ BJP നിലനിൽക്കുന്നുണ്ട്. കേന്ദ്രത്തിലെ ഭരണാധികാരികളെയും സ്വാധീനിക്കാൻ തീർച്ചയായിട്ടും ഈ MLA-മാർക്ക് കഴിയും എന്നുള്ള ഒരു പോയിന്റാണ് സാർ. അവിടെയാണ് എന്റെ പോയിന്റ്. അത് വളരെ 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 വാലിഡ് ആയിട്ടുള്ള അത് ജനങ്ങളിൽ എത്തിയാൽ നന്നായി എന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഇവിടെ പ്രകടന പത്രിക വന്നിട്ടുണ്ട് അവരുടെ NDA-യുടെ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു പ്രകടന പത്രിക വന്നിട്ടുണ്ട്. അതിനകത്ത് എനിക്ക് ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഭക്ഷ്യ ആരോഗ്യ സുരക്ഷാ കാർഡ് 2500 രൂപയുടെ കാർഡ്. അത് കൊടുത്തു കഴിഞ്ഞാല് പ്രൊവിഷൻസോ മെഡിസിൻസോ വാങ്ങിക്കാം. അപ്പൊ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഈ ആൾക്കാർക്ക് താഴെക്കടയിലുള്ള ആൾക്കാർക്ക് അരി വളരെ തുച്ഛമായ വിലയ്ക്കോ അല്ലെങ്കിൽ സൗജന്യമായോ കിട്ടുന്നു. 2 തരത്തിലും കിട്ടുന്നുണ്ട്. PDS സിസ്റ്റം ഉണ്ട്, വളരെ എഫിഷ്യന്റ് ആയിട്ടുള്ള സിസ്റ്റം അതിനകത്ത് കിട്ടുന്നത്. അതെല്ലാം സെൻട്രൽ ഗവൺമെന്റ് കൊടുക്കുന്ന കാശ് തന്നെയാണ്. അത് പലർക്കും ഇവിടെ റിവീൽ ചെയ്തില്ല എന്നുള്ളത് വേറൊരു കാര്യം. അതിന്റെ കൂടെ പ്രൊവിഷൻസും കൂടെ വാങ്ങാനുള്ള കാശുണ്ടെങ്കിൽ സുഖമായിട്ട് വിചാരണ ചെലവുകൾ നടന്നു പോകും. പിന്നെ ഇത് കാശായിട്ടല്ല കൊടുക്കുന്നത്, കാർഡായിട്ട് കൊടുക്കുന്നത്. അവിടെ പോയി വാങ്ങണം, കടയിൽ പോയി. ആ ഒരു സ്പെസിഫിക് കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ ഇത് ഉപയോഗിക്കാൻ പറ്റൂ. ഇപ്പൊ എല്ലാം ഡയറക്റ്റ് ബെനിഫിറ്റ് ആണ്. ഇപ്പൊ പഴയ പോലെ ഈ പിൽഫറേജ് ഇല്ല. പണ്ട് രാജീവ് ഗാന്ധി പറഞ്ഞല്ലോ, ഒരു രൂപ കൊടുത്തു കഴിഞ്ഞാൽ അയച്ചു കഴിഞ്ഞാൽ 15 പൈസ ആൾക്കാർക്ക് കിട്ടുന്നുള്ളത്. ഇപ്പൊ അത് മാറി. 1 രൂപ കൊടുത്താൽ 1 രൂപയും കിട്ടുന്നു. അപ്പൊ പിന്നെ അതുപോലെ നമ്മുടെ ഇപ്പൊ തന്നെ പ്രധാനമന്ത്രി നാഷണൽ ഹെൽത്ത് മിഷന്റെ ഭാഗമായിട്ട് ഇവർക്ക് ആവശ്യമായിട്ടുള്ള താഴെക്കുള്ള ആൾക്കാർക്ക് ആവശ്യമായിട്ടുള്ള എന്താ പറയുക എസെൻഷ്യൽ മെഡിസിൻസ് ഒക്കെ തന്നെ കൊടുക്കാനുള്ള സംവിധാനം ഇപ്പോൾ ഓൾറെഡി ഉണ്ട്. അതും സെൻട്രൽ ഗവൺമെന്റിന്റെ സ്കീമാണ്. അതുപോലെ നമുക്ക് വേറെ വെച്ചാൽ ഈ ആയുഷ്മാൻ ഭാരത് 5 ലക്ഷം രൂപ വരെ ഹെൽത്ത് ഇൻഷുറൻസ് കൊടുക്കുന്ന സ്കീമാണ്. വളരെ ഉപകാരകമായിട്ടുള്ള 70 വയസ്സിന് ശേഷമുള്ള എല്ലാ ആൾക്കാർക്കും 5 ലക്ഷം രൂപ വരെ കൊടുക്കാനുള്ള ഒരു സ്കീം. അത് പക്ഷേ നിർഭാഗ്യവശാൽ നമ്മുടെ ഇടത് ഭരണം ഉള്ളതുകൊണ്ട് അവർക്ക് അത് അക്സെപ്റ്റബിൾ അല്ല. സൈൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് നമ്മുടെ ലക്ഷം ആൾക്കാർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുന്നില്ല. അപ്പൊ അത് ഇവിടെ വരിക, നമ്മുടെ ഒരു NDA ഗവൺമെന്റ് ആണ് ഇവിടെ വരുന്നെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ ഫുള്ളായിട്ട് നടപ്പാക്കാൻ പറ്റും. എത്ര പേർക്ക് അതിന്റെ ബെനിഫിറ്റ് കിട്ടുക? അപ്പൊ അത് ആൾക്കാര് ചിന്തിക്കേണ്ട ഒരു കാര്യമാണ്. അപ്പൊ അതാണ്. പിന്നെ ഒരു വെൽഫെയർ സ്കീം പ്രകാരം 3000 രൂപ ഈ പാവപ്പെട്ടവർക്ക് സാമൂഹ്യ പെൻഷനായിട്ട് 3000 രൂപ
കൊടുക്കുന്നു. അത് ഇപ്പോൾ ഇൻക്രീസ് ചെയ്യുന്നു. പിന്നെ 2 സിലിണ്ടർ ഓണത്തിന്. ഇടയ്ക്കൊന്ന് ചോദിച്ചോട്ടെ, ഈ മറ്റ് 2 പ്രകടന പത്രികകളിലും ഈ 3000 രൂപ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇത് കോൺഗ്രസ് ഭരിക്കുന്ന ഒരു സ്റ്റേറ്റിലും ഇതൊന്നും കൃത്യമായിട്ട് കൊടുക്കുന്നില്ല. പക്ഷേ BJPയുടെ സ്റ്റേറ്റുകളിലെല്ലാം വളരെ കൃത്യമായിട്ട് അവരെന്ത് പ്രകടന പത്രികയിൽ പറയുന്നോ അതെല്ലാം പ്രവർത്തിച്ച് കാണിക്കുന്ന ഒരു സ്വഭാവം BJPക്കുണ്ട്. അത് ഈ മോഹൻലാൽ പണ്ട് എന്ത് സുന്ദരമായ നടക്കാത്ത സ്വപ്നങ്ങൾ എന്ന് പറഞ്ഞതുപോലെയുള്ളത്. അത് ഇവര് പറയുന്ന ഒരു കാര്യം, ഏതെങ്കിലും കാര്യം അത് പ്രോമിസ് ചെയ്യാൻ എന്താ പാട്? ഇപ്പൊ KSRTCയിൽ ഫ്രീ ട്രാവൽ അനുവദിക്കുന്നു പറയുന്നത്. എവിടെന്നാ ഈ KSRTC നിന്ന് പോയില്ല. ഇപ്പൊ തന്നെ നഷ്ടത്തിലാണ്. ശമ്പളം കൊടുക്കാൻ കാശില്ല. അതിന്റെ ഇടയിൽ കൂടെയാണ് ഫ്രീ ആയിട്ട് കൊടുക്കുക. അപ്പൊ അതിനെ പൂട്ടിക്കുക, അത്രേ ഉള്ളൂ. അപ്പൊ നടക്കാത്ത കാര്യങ്ങൾ പറയുന്ന എനിക്കൊന്നും നമ്മൾ അതിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യുന്ന ഒരു വേസ്റ്റ് ഓഫ് എനർജി ആൻഡ് ടൈം ആവുന്ന എനിക്ക് തോന്നുന്നു. ഇതിപ്പോ നമ്മളൊരു നടക്കാൻ പോകുന്ന കാര്യത്തെ കുറിച്ച് മാത്രം പറയുന്നതായിരിക്കും നല്ലത്. നടക്കാൻ ഒരു ഉട്ടോപ്യൻ കുറെ ഒരു പ്രപ്പോസൽസിൽ പിന്നെ അതിനെക്കുറിച്ച് നമ്മളത് സമയം പാഴാക്കുന്നതായിരിക്കും എന്റെ അഭിപ്രായം. മറ്റേ സിലിണ്ടറിനെ കുറിച്ച് പറഞ്ഞല്ലോ. സിലിണ്ടർ 2 സിലിണ്ടർ, അതായത് ഓണത്തിനും ക്രിസ്മസിനും ഫ്രീ ആയിട്ട് കൊടുക്കുന്ന ഒരു സ്കീം. പിന്നെ ഏറ്റവും വളരെ തിരുവനന്തപുരത്തിന് വളരെ ബെനിഫിറ്റ് ആയിട്ടുള്ള മെട്രോ റെയില്, അതുപോലെ തന്നെ വിഴിഞ്ഞം എക്സ്പാൻഷൻ. വിഴിഞ്ഞം എക്സ്പാൻഷൻ്റെത് ഇത് ഞാനത് വളരെ കാലങ്ങൾ തൊട്ട് പറയുന്നതാണ്. ഒരു പോർട്ട് വന്നു കഴിയുമ്പോൾ, പോർട്ട് വന്നു കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് ഇറങ്ങുന്ന സാധനങ്ങൾ മറ്റ് സ്ഥലങ്ങളിൽ എത്തിക്കണമെങ്കിൽ ഒരു നല്ല റോഡ് ഇൻഫ്രാസ്ട്രക്ചർ വേണം, ലോജിസ്റ്റിക്കൽ കണക്ടിവിറ്റി വേണം. അതുണ്ടായില്ല. അത് ചെയ്യാതെയാണ് ഇവര് പോർട്ട് ഉണ്ടാക്കിയത്. ഈ പഴയ പൊട്ടിപ്പൊളിഞ്ഞ റോഡിൽ കൂടെ പോയി കഴിഞ്ഞാൽ 10 ട്രെയിലർ പോയി കഴിയുമ്പോഴത്തേക്ക് റോഡ് പൊളിഞ്ഞു പോയി. അപ്പൊ അതാണ് സംഭവിക്കുക. അപ്പൊ അതിനൊക്കെ ഒരു മാറ്റം ഉണ്ടാവും. അതൊക്കെയാണ് ഇവരുടെ ഫോക്കസ് പോയിന്റ് ആയിട്ട് പറയുന്നത്. അതായത് ഇപ്പൊ ഒരു വിഴിഞ്ഞം പോർട്ട് എന്ന് പറയുമ്പോൾ അതുമായിട്ട് അനുബന്ധമായിട്ട് ഒരുപാട് വരും. തീർച്ചയായും ഒരുപാട് സർവീസ് സെക്ടറും ഇതെല്ലാം വളരെ. അപ്പൊ ഇതിനെല്ലാം മുന്നിൽ കണ്ടുകൊണ്ട് ശ്രീമാൻ രാജീവ് ചന്ദ്രശേഖർ വളരെ കൃത്യമായിട്ടാണ് അതിന്റെ ഒരു പ്ലാൻ നമ്മുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത്. എനിക്കൊരു 10 വർഷത്തെ കാലാവധി ചെയ്യേണ്ട കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞു. അവരുടെ മാനിഫെസ്റ്റോ പറഞ്ഞിരിക്കുന്നത് ഷോർട്ട് ടേമിൽ 5 വർഷത്തേക്കല്ല പറഞ്ഞിരിക്കുന്നത്. 10 ദീർഘവീക്ഷണത്തോടുള്ള ഒരു പ്രകടന പത്രികയാണ് അവർ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് പക്ഷേ ആൾക്കാർ എത്രത്തോളം അസിമുലേറ്റ് ചെയ്യുന്നുള്ളത് അനുസരിച്ചിരിക്കും നമ്മുടെ വിജയ സാധ്യതകൾ. പിന്നെ ഒരു 2 സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള പ്രോമിസ് പറഞ്ഞത് PM സൂര്യഘർ മുഫ്ത് ബിജ്ലി യോജന. അതിൽ സ്പെഷ്യൽ സബ്സിഡി, നമ്മുടെ സോളാർ പവർ വയ്ക്കുന്നതിൽ സ്പെഷ്യൽ സബ്സിഡി കൊടുക്കുന്ന ഒരു സ്കീം. പിന്നെ ഇലക്ട്രിസിറ്റി ചാർജസിന് സബ്സിഡി, 24 ലിറ്റർ വരെയുള്ള ഫ്രീ ആയിട്ടുള്ള വെള്ളം. ഇങ്ങനെ ഒരുപാട് തീർച്ചയായിട്ടും ഒരുപാട് ജനപ്രദ ഉപകാരമായിട്ടുള്ള പ്രോഗ്രാംസ് ഉണ്ട്. പക്ഷെ നമ്മൾ അതിനെക്കുറിച്ച് സംസാരിച്ചോട് LDF ഗവൺമെന്റ് വന്നതിന് ശേഷം വാട്ടർ ചാർജ് എത്ര പ്രാവശ്യം കൂട്ടി. അതേപോലെ ഇലക്ട്രിസിറ്റി ഉദ്യോഗസ്ഥന്മാർക്ക് സാലറി കൊടുക്കാനല്ലേ ഉള്ളൂ നമ്മുടെ വാങ്ങിക്കുന്ന കാശ് മുഴുവൻ. എനിവേ നമുക്ക് അതിനെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ ഒരുപാട് നീണ്ടുപോകും. എനിക്ക് തോന്നുന്നു അങ്ങനെയാണെങ്കിൽ സാറിന്റെ മണ്ഡലം വട്ടിയൂർക്കാവല്ലേ? വട്ടിയൂർക്കാവിനെ കുറിച്ച് നമുക്കൊന്ന് വിശകലനം ചെയ്താലോ? വട്ടിയൂർക്കാവില് ശരിക്കും അവിടുത്തെ ഇലക്ട്രേറ്റിന് ഒരു നല്ലൊരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. എന്താ വെച്ചാല് ഒരു കേരളത്തിലെ ആദ്യത്തെ വനിതാ IPS ഓഫീസർ, അവരാണ് ആദ്യത്തെ IPS ഓഫീസർ. ഒരു DGP ആയി. അവര് തന്നെ ഒരു കോർപ്പറേഷൻ മേയറായി. അവരുടെ എളിമ നോക്കിക്കോണം. കോർപ്പറേഷനിൽ മത്സരിക്കാൻ വരെ തയ്യാറായി. എന്നിട്ട് അവരാണ് നമ്മുടെ അസംബ്ലി റെപ്രസെന്റേറ്റീവ് ആയിട്ട് നിൽക്കുന്നത്. ഇതൊരു നല്ലൊരു ഓപ്പർച്യൂണിറ്റിയാണ്. അവർക്ക് പല ഡിപ്പാർട്ട്മെന്റുകളിലും അവർക്ക് ശരിക്കും പറഞ്ഞാൽ നല്ല റാപ്പോർട്ട് ഉണ്ടാവും തീർച്ചയായിട്ടും. ഇപ്പൊ ഈ ഇടയ്ക്ക് അവിടെ ഒരു ഇഷ്യൂ ഉണ്ടായി. ഒരു കസ്റ്റമർ വന്നിട്ട് അവിടുത്തെ റെസിഡന്റ് വന്നിട്ട് ഒരു പരാതി പറഞ്ഞപ്പോൾ പറഞ്ഞു നിങ്ങൾ പോണം, ഞാൻ ചെയ്തേക്കാം. അപ്പൊ അയാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, അവിടെ ഇപ്പൊ കൂടെ വരണം എന്നൊക്കെ പറഞ്ഞു. അപ്പൊ ഇല്ല നിങ്ങൾ പോണം എന്ന് പറഞ്ഞ് അദ്ദേഹത്തെ പറഞ്ഞു വിട്ടു. അദ്ദേഹം ഒന്ന് കുറച്ചു നീരസത്തോടെയാണ് പോയത്. പക്ഷെ പോയി വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് അദ്ദേഹം എത്തുമ്പോഴത്തേക്ക് അവിടെ ആള് വന്നു കഴിഞ്ഞു. ഇവര് ഇത് വിളിച്ചു പറഞ്ഞിട്ട് അവിടെ ആളെത്തിക്കഴിഞ്ഞു. അതാണ് എന്താ പറയാ ഒരു ഭരണ സംവിധാനം ചക്രം തിരിക്കാനുള്ള അവരുടെ കഴിവ്. കാരണം ഇത്രയും വർഷത്തെ ഭരണപരിചയം ഉണ്ടല്ലോ, ബ്യൂറോക്രാറ്റിക് സെറ്റപ്പിൽ. തീർച്ചയായിട്ടും അത് നമുക്ക് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു സുവർണ അവസരമാണ് കൈവന്നിരിക്കുന്നത്. അത് ആൾക്കാർ ഉപയോഗിക്കട്ടെ എന്ന് നമുക്ക് ആശിക്കാം. അല്ല സാറേ, ഒരു കാര്യം കൊണ്ടുണ്ട്. ഇവര് ഇത്രയും വർഷത്തെ 10-35 വർഷം സർവീസ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. ഇതിനിടയ്ക്ക് ഒരു കറപ്ഷൻ ചാർജ് പോലും ഇവരിലേക്ക് തീർച്ചയായിട്ടും അതാണ് അവരുടെ ഒരു വലിയ പ്ലസ് പോയിന്റ്. അതുകൊണ്ട് തന്നെ അവരെ ഇതെന്നൊക്കെ പലയിടത്തുനിന്നും മാറ്റി നിർത്തുകയും ചെയ്തിട്ടുണ്ട്.
അത് സാധാരണ. അപ്പോ അത് NDPയുടെ ഭാഗത്തു നിന്നുള്ള. പിന്നെ അവിടെ ഉള്ള ഒരാളെന്ന് പറയുന്നത് കോൺഗ്രസ് മുരളിയാണ്. മുരളിയെ സംബന്ധിച്ചോളം പിന്നെ ഒരു വളരെ നെഗറ്റീവ് ഫീലിംഗ് ഉണ്ടാകുന്ന, അദ്ദേഹം ആദ്യം ഇവിടെ നിന്ന് ഇട്ടിട്ട് പോയ ആളാണ്. അതെ, അയാൾ ഇവിടെ നിൽക്കുമോ? ഇയാൾ ഇവിടെ നിൽക്കുമോ വീണ്ടും? ഗ്യാരണ്ടിയാണുള്ളത്. പിന്നെ അതുമല്ല, അദ്ദേഹത്തിന്റെ ഈ അടുത്ത കാലത്തുള്ള ചിന്താഗതികളും അദ്ദേഹത്തിന്റെ പ്രസ്താവനകളും ഒക്കെ തന്നെ മോർ മുസ്ലിം ദാൻ മുഹമ്മദ് എന്നാണ് തെളിയിക്കുന്നത്. അത് ആൾക്കാരുടെ ഇടയിൽ, അത് വി.ഡി. സതീശനും അതെ, ഇയാളും അതെ. അപ്പൊ അത് ആൾക്കാരുടെ ഇടയിൽ വളരെ ഒരു വികാരം, എഗൻസ്റ്റ് ആയിട്ടുള്ള വികാരം ഉണ്ടായിട്ടെന്നുള്ളത് ശ്രീലേഖ മാഡത്തിനൊരു പിന്നെ അഡ്വാൻറ്റേജ് ആണ്. അതുപോലെ പ്രശാന്തിന്റെ കാര്യത്തിനകത്ത് ഉള്ളൊരു പ്രശ്നം കഴിഞ്ഞാല് ഭരണവിരുദ്ധ വികാരം, ഭരിച്ചു മുടിച്ച ഒരു സംസ്ഥാനത്തിന് ഭരണം എല്ലാ നിലയിലും പഠിച്ചു മുടിച്ച ഒരു രാഷ്ട്രീയ പാർട്ടിയെ റെപ്രസെന്റ് ചെയ്യാണ് അദ്ദേഹം നിൽക്കുന്നത്. അപ്പൊ അതിൻ്റെ ആയിട്ടുള്ള ഒരു നെഗറ്റീവ് എനർജി അവിടെ പ്രകടമാകും. പിന്നെ അദ്ദേഹത്തിന് ആ കോർപ്പറേഷന്റെ ആ റൂമിന്റെ കേസിൽ അദ്ദേഹത്തിന്റെ ഒരു ഇമേജ് ഇത് പോയ ഒരു ഇതുണ്ടായി. അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോഴത്തേക്ക് എൻ്റെ അഭിപ്രായത്തില് അവിടെ ഒരു തിരുവനന്തപുരത്തിന്റെ പ്രത്യേകത കഴിഞ്ഞാൽ വളരെ ഇൻഫോംഡ് ആയിട്ട് ഇലക്ട്രേറ്റ് ആണ്. അപ്പൊ അവർക്ക് വിദ്യാഭ്യാസമുള്ളവരാണ്, മനസ്സിലാക്കുന്നവരാണ്. അപ്പൊ അവർക്ക് നേരായ ഡിസിഷൻ എടുക്കാൻ പറ്റും. കഴിഞ്ഞാൽ അദ്ദേഹം പിന്നെ നമ്മുടെ ശ്രീലേഖ IPSന് ഒരു ചാൻസ് ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. സാറേ, ഒരു സംശയമേ, ഈ പണ്ട് കഴിഞ്ഞ ഇലക്ഷൻ വരെ കേരളത്തിൽ സംഭവിച്ചുകൊണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണി ഉണ്ടല്ലോ, അതായത് CPM-ഉം കോൺഗ്രസും എല്ലാവരും ചേർന്ന ABL മുന്നണി, ഇവരൊരു ലാസ്റ്റ് മൊമെന്റിൽ BJP ജയിക്കാൻ സാധ്യതയുള്ള സീറ്റുകളിലൊക്കെ ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാക്കിയിട്ട് BJP കാൻഡിഡേറ്റ്സിനെ തോൽപ്പിക്കാനുള്ള ശ്രമം വളരെ ആസൂത്രിതമായിട്ട് ഇതിനു മുമ്പ് നടന്നിട്ടുണ്ട്. അങ്ങനൊരു ശ്രമം ഇവിടെ നടക്കാനുള്ള സാധ്യത ഇപ്പൊ കാണുന്നുണ്ടോ? ഇപ്പോൾ അതിനുള്ള സാധ്യത ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാര്യം വെച്ചാല് ഈ നേരത്തെ ഒരു സംശയം ഉള്ളത്, ഇപ്പൊ BJP ജയിക്കൂല എന്നുള്ള ഒരു ധാരണ, അല്ലെങ്കിൽ BJP മറ്റവർക്ക് വോട്ട് മടിച്ചു കൊടുക്കും എന്നുള്ള ഒരു ദുഷ്പ്രചരണം, ഇതൊക്കെ ആയിരുന്നു അങ്ങനെ ഒരു അട്ടിമറിക്ക് സാധ്യതയുണ്ട്. ഇത്തവണ എനിക്ക് തോന്നുന്നത് ആൾക്കാർ അതെല്ലാം ഇപ്പൊ മനസ്സിലാക്കിയിട്ടുണ്ടാകുന്ന, അതുണ്ടാകാൻ സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. അതായത് ഈ രാജീവ് ചന്ദ്രശേഖർ ഒരു പുതിയ എനർജി പാർട്ടിയിലേക്കും ആൾക്കാരിലേക്കും കൊണ്ടുവന്നിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു വിശ്വാസം, ആൾക്കാർക്ക് ഒരു വിശ്വാസം കൊണ്ടുവന്നിട്ടുണ്ട്. അത് തീർച്ചയായിട്ടും BJP ജയിക്കണമെന്നും ഇവിടെ വികസനം വരണം. അതായത് ഞാൻ വളരെ ഇവരുടെ പിന്നെ NDAയുടെ മൊത്തത്തിലുള്ള ഇലക്ഷൻ പ്രചരണത്തിൽ ഞാൻ ശ്രദ്ധിച്ചത്, അവരെ വികസനം എന്ന് പറയുന്ന ഫോക്കസിൽ വിട്ട് പോകുന്നേ ഇല്ല. മറ്റൊരു കാര്യം അവർ പറയുന്നത് ആ വികസനത്തിൽ മാത്രമാണ് അവർ ഊന്നുന്നത്. അത് പ്രകടന പത്രികയിൽ വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും. മറ്റവരുടെ വളരെ പോപ്പുലസ് ആയിട്ടുള്ള നടക്കാത്ത സ്വപ്നങ്ങൾ വിൽക്കുന്നതല്ലാതെ റിയൽ ആയിട്ട് എവിടെ റിസോഴ്സ് എവിടെ അവർക്ക് അതുപോലും പറയുന്നില്ല. ഇപ്പൊ തന്നെ 6 ലക്ഷം കോടി രൂപ കളത്തിലാണ്. അപ്പോ അതുകൊണ്ട് ആ പരിപാടി ഉണ്ടാവുമെന്ന് എനിക്ക് തോന്നി. ഇവര് രണ്ടും കൂടെ യോജിക്കുകയാണെങ്കിൽ അങ്ങനെ ഒരു ഇത് പറയാം. പക്ഷെ അത് ഉണ്ടാകാനുള്ള സാധ്യത ഇല്ല എന്ന് തന്നെയാണ് എന്റെ കൺക്ലൂഷൻ. ശരി, താങ്ക് യു സാർ. താങ്ക് യു.